Namaskaram. Good evening, everyone. Firstly, I'd like to welcome our chief guest, Mr. Raju Narayanaswamy, for accepting the invitation of Kerala Association of Kenya and accepting to be our chief guest. And I'd like to also welcome our chief invitees, Dr. Vijay Narayanan, for coming over on our invitation, and rest of the invitees, my dear members, good evening. ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ടെന്യൂറിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയാം, അടുത്ത കമ്മിറ്റിക്ക് കൈമാറുന്ന ഒരു ദിവസമാണ്. സോ സാധാരണ ഏജിയത്തിൽ ഇത്തരം ഒരു ഗ്യാതറിങ് നമ്മൾ പ്രതീക്ഷിക്കാറില്ല, വളരെ ഒരു ചെറിയൊരു ഗ്യാതറിംഗ് ആണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ ഏറ്റെടുത്ത സമയത്ത് 70ാം വാർഷികം എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കേരള അസോസിയേഷൻ ഓഫ് കെനിയ 70 കൊല്ലം പിന്നിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായി, എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ വളരെ കൃത്യമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു മാഗസിൻ കമ്മിറ്റി രൂപീകരണമായിരുന്നു. അതിനെക്കുറിച്ച് മുന്നോട്ട് പറയുന്നതിന് മുന്നേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ചപ്പോൾ ആദ്യമായി ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതിലേറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്ന്, നമ്മുടെ വളരെ പ്രിയപ്പെട്ട കുറച്ച് സീനിയർ മെമ്പേഴ്സ്, ജൂനിയർ മെമ്പേഴ്സ് നമ്മളെ വിട്ട് പോവുകയുണ്ടായി. ആദ്യമായി ഞാൻ അവരെ ഈ അവസരത്തിൽ സ്മരിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമായി നമുക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളിലും നമ്മോടൊപ്പം ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ പ്രദീപ് നായർ, അതേപോലെ അധ്യാപകനായിരുന്ന ശ്രീ രാജഗോപാൽ സാർ, ഇളം തലമുറയിൽപ്പെട്ട നമ്മുടെ അമൽ ഡിക്രൂസ്, അസോസിയേഷൻ പരിപാടികളിൽ എന്നും ഓളമുണ്ടാക്കി നമ്മെ എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിച്ചിരുന്ന, എൻ്റർടൈൻ ചെയ്യിച്ചിരുന്ന ജിജോ പോലോസ്, ഇവരെല്ലാവരുടെയും ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം സൈലൻസ് ഒബ്സർവ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ഞങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞ പോലെ 70ാം വാർഷികം എന്ന വളരെ സന്തോഷകരമായ ഒരു വിഷയമുണ്ടായിരുന്നു. അതിനോടൊത്തു തന്നെ ആദ്യത്തെ പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായത് 3 പ്രാവശ്യം അത് മാറ്റിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. ആദ്യമായി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഇവിടെ ഒരു മഴ വന്നു. അതിനെ തുടർന്ന് ഞാനിപ്പോൾ പറഞ്ഞ ശ്രീ പ്രദീപ് നായർ, അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായി. അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു. സമയപരിധി നിങ്ങൾക്കറിയാലോ. സാധാരണ ഒരു അസോസിയേഷൻ, എന്നെക്കാളും സീനിയേഴ്സായ ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും അറിയാം, 12 വർഷത്തെ കാലയളവിൽ ഏകദേശം കുറേ പരിപാടികൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളൊരു അസോസിയേഷനാണ് കേരള. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുൻഗാമികളിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്യണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 70ാം വാർഷികം എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇങ്ങനെ വന്ന പ്രതിസന്ധികളായിരുന്നു ഞങ്ങളെ ആദ്യം ഞെട്ടിച്ചു പോയത്. അതിനെ തുടർന്ന് ഈ പ്രോഗ്രാമുകളെല്ലാം നടത്താൻ പറ്റുമോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ തന്നെയും നിങ്ങളെല്ലാവരും എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ പലതവണ മാറ്റിവെച്ചപ്പോഴും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്ത നിങ്ങളെല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എൻ്റെ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് ഒന്നും നടത്താൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഈ വർഷം 11 പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യേണ്ടായി. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥയുടെയും നമ്മുടെ മെമ്പേഴ്സിൻ്റെ മരണവും അല്ലാതെ വേറെ കുറേ പ്രതിസന്ധികൾ, ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മുടെ കെനിയയുടെ, പിന്നെ മണ്ടമാനോ എന്ന് പറഞ്ഞ റയറ്റ്സ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫൈനാൻഷ്യൽ ബേർഡൻ. എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ ബേർഡൻ? കാരണം ഇത്തരം ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്.
സോ ഇത്രയും എക്സ്പെൻസസ് വെച്ച് എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു ഒരുപാട് ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ ആലോചിക്കേണ്ടി വന്നിട്ട്. പക്ഷേ ആ ഒരു അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നത് ഞങ്ങളുടെ സ്പോൺസേഴ്സാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ സ്പോൺസേഴ്സിനോട് വളരെയധികം നന്ദി പറയുന്നു. ഈ കമ്മിറ്റിയുടെ എല്ലാവരുടെയും പേരിൽ നന്ദി ഞാൻ പറയുന്നു. അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ വർഷം ഞങ്ങൾക്കുണ്ടായിരുന്ന കുറച്ച് സ്പോൺസേഴ്സ്മാർ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഞങ്ങളെ ഈ വർഷം സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മുൻകാലങ്ങളിൽ കേരള അസോസിയേഷനെ സപ്പോർട്ട് ചെയ്തതിന് അവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ ഒരു വർഷത്തിൽ ഞങ്ങൾ ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്ത സമയത്ത് പ്രോഗ്രാമുകളല്ലാതെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, കഴിഞ്ഞ 2 വർഷക്കാലം, അതിന് 1 വർഷം ഞാൻ ഷാജിക്കയുടെ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷമാണ് ഈ വർഷം ചെയർമാൻ ആയത്. ആ 2 വർഷങ്ങളിലും ഒരുപാട് നല്ല പരിചയങ്ങൾ, കുറേ നല്ല ബന്ധങ്ങൾ എനിക്ക് സ്ഥാപിക്കാൻ പറ്റി. ഞാനിവിടെ വന്ന 8 കൊല്ലമായി. ഈ 8 കൊല്ലത്തിൽ ആദ്യത്തെ 6 കൊല്ലത്തിൽ പരിചയപ്പെടാത്ത അത്രയും ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അത് കേരള അസോസിയേഷൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതിൽ കുറേ നല്ല ബന്ധങ്ങളുണ്ടാക്കി. അറ്റ് ദ സെയിം ടൈം ആസ് ഒരു അസോസിയേഷൻ ഓഫീസ് ബെയറർ ഇവിടെ പലവരും മുൻകാലങ്ങളിൽ സീനിയർ പൊസിഷൻസിലിരുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു അസോസിയേഷനിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആസ് ആൻ ഓഫീസ് ബെയറർ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ കുറേ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എല്ലാ തീരുമാനങ്ങളും അധികവും ഭൂരിപക്ഷത്തിനെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കാറ്. പക്ഷേ ചില തീരുമാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതങ്ങനെ കുറച്ച് എന്നോട് ചിരിച്ചിരുന്ന വ്യക്തികൾ പോലും ചിരിക്കാത്തൊരവസ്ഥയിലൂടി ഈ കഴിഞ്ഞ 2 വർഷങ്ങളെ അങ്ങനെ തിക്തനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് കാണാതെ നടിച്ചു പോയവരുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ഇത് എന്നോട് ഇവിടെ മുന്നിലിരിക്കുന്ന എൻ്റെ ട്രസ്റ്റീസും സീനിയേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രസാദ് 2 വർഷം നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനത്തിന് അവർ യോജിക്കണമെന്നില്ല. പക്ഷേ അത് ആ ഒരു കാലയളവ് മാത്രമേ ഉള്ളൂ. ആ കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന പലവർക്കും അറിയാം, ഇപ്പോൾ അവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, വേറൊരാൾ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമുള്ളൂ, നമ്മൾ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ ചെയ്തതും ഈ അസോസിയേഷനെ മെമ്പേഴ്സിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അതിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. അത് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് പേഴ്സണൽ. ഇറ്റ് ഈസ് ഓൺലി വെൻ വി ആർ റണ്ണിങ് എൻ ഓർഗനൈസേഷൻ ആസ് എൻ ഓഫീസ് ബെയറർ വി ഹാവ് ടു ടേക്ക് സം ഡിസിഷൻസ്. അത് കാലാകാലങ്ങളായി വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് ഈ അവസരത്തിൽ അറ്റ് ദ സെയിം ടൈം ഐഡ് ലൈക്ക് ടു വൺസ് അഗൈൻ വെൽക്കം ഡോക്ടർ രാജു നാരായണ സ്വാമി. നിങ്ങളെല്ലാവരും വന്നിരിക്കുന്ന അദ്ദേഹത്തിനെ കേൾക്കാനാണ്. ഐ വിൽ നോട്ട് ടേക്ക് മച്ച് ഓഫ് യുവർ ടൈം. പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയണം, കാരണം ഇനി എനിക്കൊരു അവസരം കിട്ടില്ല പറയാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നു. ഈ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മാഗസിൻ കമ്മിറ്റിയാണ്. അതിൻ്റെ റീസൺസ്, ഈ ഒരു വർഷം മാഗസിൻ കമ്മിറ്റി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ മാഗസിൻ കമ്മിറ്റി അനൗൺസ് ഉണ്ടായി. അത് ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുൻ സീനിയർ മെമ്പേഴ്സ്, ഞാൻ എടുത്തു പറയാം, എന്നോട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുൻ സെക്രട്ടറിയായ സജിത് ശങ്കർ, ഇദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത്, പ്രസാദ് എല്ലാ വർഷവും നമ്മളിങ്ങനെ മാഗസിൻ കമ്മിറ്റി വളരെ അവസാന നിമിഷത്തിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അതല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ എന്തുകൊണ്ടൊരു മാഗസിൻ കമ്മിറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല? അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷം ആദ്യം തന്നെ ഒരു മാഗസിൻ കമ്മിറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഏറ്റവും സീനിയറായ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകൾ കേട്ടിട്ട് വളരെ അമ്പരിച്ചിരുന്നിട്ടുണ്ട്. നമ്മുടെ രാജ്മോഹൻ ചേട്ടൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഹീസ് ബിക്കം ചീഫ് എഡിറ്റർ, അദ്ദേഹത്തെ ഏൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങി. പക്ഷേ അങ്ങനെ ഒരു അവസരത്തിൽ വാട്ട് ദേ ഹാവ് ഡൺ ഈസ് ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ. 70 വർഷക്കാലം നമ്മുടെ കേരള അസോസിയേഷൻ്റെ ചരിത്രമാണ് ഇന്നിവിടെ അണിനിരങ്ങാൻ പോകുന്നത്. കാരണം 70 years, 1954 തുടങ്ങിയ ഫൗണ്ടർ മെമ്പർ തൊട്ട് ഇതുവരെയുള്ള ചരിത്രമാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ദേ റിയലി നീഡ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം 5 കോണ്ടിനെൻസിലുള്ള ആൾക്കാരാണ് അവർ റീച്ച് ചെയ്തത്. അത് കുറച്ചൊരു ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ സ്മോൾ എഫേർട്ട്, ഇറ്റ്സ് ബീൻ എ മാസീവ് എഫേർട്ട്. കാരണം അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേജിൽ രാജ്മോഹൻ ചേട്ടനും അവരെ കമ്മിറ്റിയും പറയുന്നതായിരിക്കും.
ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 70 വർഷത്തെ നമ്മുടെ ലെഗസിയാണ് ഈ ഒരു പുസ്തകത്തിൽ അവർ സമാഹരിച്ചിരിക്കുന്നത്. സോ അത് ചെയ്യാൻ കഴിഞ്ഞത് വൺസ് അഗൈൻ ഞാൻ അവരുടെ എൻറ്റയർ ടീമിനെ അഭിനന്ദിക്കുന്നു. ആൻഡ് അവസാനമായിട്ടല്ല, ആദ്യം തന്നെ പറയേണ്ടതാണ്, ഈ വർഷം ഞങ്ങൾ ഈ കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന എൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാവരുമാണ്. കാരണം ഓരോ അവസരങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഇറ്റ് ഈസ് ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വളരെയധികം എനിക്ക് കോൺഫിഡൻസും സ്ട്രെങ്ത്തും തന്ന നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അവരെല്ലാവരും, അതുമാത്രമല്ല അവരുടെ കുടുംബങ്ങളോടും. കാരണം ഒരു വർഷം അവർ പല കാര്യങ്ങളിലായിട്ട് അവർ ബിസിയാവുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം അവരുടെ കുടുംബങ്ങളും സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ ഐ വുഡ് ഓൾസോ ലൈക്ക് ടു താങ്ക് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഫോർ ബീയിങ് സോ സപ്പോർട്ടീവ്. പിന്നെ ഒരു വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ കുറേ നല്ല ചില ബന്ധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ബന്ധങ്ങൾ. എല്ലാവരോടും, ഞങ്ങളെ ഈ വർഷം മുഴുവൻ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ എല്ലാ പരിപാടികളും എൻകറേജ് ചെയ്ത് ഇന്ന് വരെ ഞങ്ങളെ എത്തിച്ച നിങ്ങളെല്ലാവരോടും ഒന്നുകൂടി നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.